എന്തൊക്കെയായിരുന്നു നടന്നത് നോക്കാൻ പോലും വയ്യ. എന്തായാലും നമ്മുടെ അടുത്ത് പോയിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഉറങ്ങാൻ പോലും പറ്റിയിരുന്നല്ലോ. ഇന്നലെ എന്തുവായിരുന്നു നടന്ന്? അവരെങ്ങനെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവൻ ഇപ്പോഴും പ്രേതമല്ലെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും അവൻ്റെ വീട്ടിലോട്ട് അപ്പുറം ഇപ്പുറം വീടായതുകൊണ്ട് രക്ഷപ്പെട്ടു. ആൻറ്റി അവനെ കണ്ടായിരുന്നോ? ഇല്ലാടാ മോനെ, രാവിലെ നിന്റെ വീട്ടിലോട്ട് പറഞ്ഞ് വന്നായിരുന്നല്ലോ, വന്നില്ലയാ? ഇല്ല. അല്ല, അതിന് എൻ്റെ വീട്ടിൽ വന്നില്ലല്ലോ. പിന്നെ അവൻ അങ്ങോട്ട് പോയി. നീ ഒന്നുകൂടെ പോയി നോക്കടാ. അവനെന്നാലും എവിടെ പോയി? കാലമാവനെ കൊണ്ട് അവനെന്നാലും എവിടെ പോയി? നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇപ്പോഴും ഞാൻ എണ്ണീച്ചിട്ട് നിൻ്റെ വീട്ടിൽ വന്ന സമയത്ത് നിൻ്റെ അമ്മ പറഞ്ഞ് നീ അവിടെ ഒന്നും ഇല്ലെന്ന്. ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വന്നേക്കോ. സത്യമായിട്ട് ഞാൻ പറയും, ഇന്നലെ അവിടെ പ്രേതത്തിനെ ശരിക്കും കണ്ടേ. നിന്നെ ഞാൻ ഇവിടെ കണ്ടു, ഇപ്പുറത്ത് കണ്ടു. 2 വട്ടമായിട്ട് നിന്നെ ഞാൻ കണ്ടു. 2 3. ഒന്നും പോരാടാ, ചുമ്മാ പറയാതെ. എടാ, ഞാൻ ഇന്നലെ തൊട്ട് എന്നോട് പറയാല്ലേടാ, നീ എന്താണ് എന്നെ വിശ്വസിക്കാത്തത്? അവനിത് എവിടെ പോയി? അയ്യോ, ഇത്ര നേരം ഞാൻ പ്രേതത്തിനോടാണ് സംസാരിച്ചേ. അയ്യോ അയ്യോ. ഇതേ സമയം അവിടെ റയാൻ അവന് സംഭവിച്ചത്. ഇവനിവിടെ പോയില്ല റസലേ. വിളിച്ചിട്ട് വിളിച്ച് കേൾക്കത്തില്ല, ഉറങ്ങുമായി. എന്താ മോനെ? അവനുണ്ടോളെ? എടാ മോനെ, എനിക്കൊന്നും അറിയത്തില്ല. അവൻ രാവിലെ എവിടെ പോയി? നിന്റെ വീട്ടിലോട്ടാന്നാ പറഞ്ഞേ. എന്നാ പിന്നെ വേറെ എവിടെങ്കിലും പോയി കാണും. നീ ഒന്ന് തപ്പ്, അല്ലെങ്കിൽ അവനെ വിളിച്ചു നോക്ക്. ഇല്ലടാ മോനെ, അവൻ രാവിലെ കുളിച്ച് പോയതാ. എന്നാലും ഇവനെ എവിടെ പോയി? കഴിക്കുമായിരുന്നാ? ഞാനിവിടെ കുറെ വട്ടം വിളിച്ച്. അത് ഞാൻ നിന്റെ വീട്ടിൽ പോയേക്കോ എഴുന്ന്. നിന്നെ പോലെ ഞാനും ഇന്നലെ ഒരു പ്രേതത്തിനെ കണ്ട. അവിടെ 3 വട്ടമാണ് കണ്ട. നീ 2 വട്ടമല്ലേ കണ്ടോളെ?